വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജിയാണ്. ബയോളജിയിൽ ജ്ഞാനേന്ദ്രിയങ്ങളിൽ കണ്ണ് എന്ന് പറയുന്ന ഭാഗം പഠിക്കണം. അപ്പൊ നമ്മൾ ത്വക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക് അഞ്ചെണ്ണാണ് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ നമ്മള് എന്താ പറയുന്നത്, കരളും അതുപോലെ തന്നെ വൃക്കയൊക്കെ പഠിച്ചപ്പോ വിസർജന പ്രക്രിയയിൽ ഉള്ള ഒരു എന്താ പറയാ അവയവമാണ് ത്വക്ക് എന്നുള്ളത് കൊണ്ട് ത്വക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി കണ്ണ്, ചെവി, നാക്ക്, മൂക്ക പഠിക്കണ്ടു. അതിൽ കണ്ണിനെ കുറിച്ചാണ് നമ്മളിപ്പോ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ കണ്ണിനെ കുറിച്ചിട്ടുള്ള പഠനത്തെ നമ്മൾ എന്താ വിളിക്കുക? കണ്ണിനെ കുറിച്ചുള്ള പഠനത്തെ ഒഫ്താൽമോളജി എന്ന് വിളിക്കും. കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി. കണ്ണിനെ കുറിച്ചുള്ള പഠനത്തെ ഒഫ്താൽമോളജി എന്ന് വിളിക്കുന്നു. കണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഒഫ്താൽമോളജി ആണ്. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന മനുഷ്യ അവയവം ഏതാണ്? ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന മനുഷ്യ അവയവം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണാണ്. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന മനുഷ്യ അവയവം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണാണ് പറയാം. ഈ കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എ ആണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം എ. ഇനി വ്യക്തമായ കാഴ്ച ലഭിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ദൂരം ഏതാണ്? വ്യക്തമായ കാഴ്ചയ്ക്ക് ആവശ്യമായ കുറഞ്ഞ ദൂരം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും 25 സെന്റിമീറ്റർ ആണ്. അപ്പൊ 25 സെന്റിമീറ്റർ ആണ് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത്. എന്താണ് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം? എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ്. കണ്ണുകള് സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലാണ് അല്ലെ. അപ്പൊ തലയോട്ടിയിലെ ഒരു കുഴിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ആ കുഴികൾ അറിയപ്പെടുന്നത് നേത്രകോടരം എന്നാണ്. നേത്രകോടരം. അപ്പൊ കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിലെ കുഴികളാണ് നേത്രകോടരം എന്നറിയപ്പെടുന്നത്. കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിലെ കുഴികൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? നേത്രകോടരം എന്ന് അറിയപ്പെടുന്നു. ക്ലിയർ ആയില്ലേ? ഇനി കണ്ണുകളെ ഈ നേത്രകോടരത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ഏതാണ്? ബാഹ്യ കൺപേശികളാണ്. എന്താണ്? ബാഹ്യ കൺപേശികളാണ് കണ്ണിനെ നേത്രകോടരത്തിൽ പിടിച്ചു നിർത്തുന്നത്. എന്താണ്? ബാഹ്യ കൺപേശികളാണ് എന്ന് മനസ്സിലാക്കാം. ഈ നേത്രഗോളത്തിന് കൃത്യമായിട്ടുള്ള ഒരു ആകൃതിയുണ്ട്, അതുപോലെ തന്നെ ദൃഢതയുണ്ട്. ആ നേത്രഗോളത്തിന് കൃത്യമായിട്ടുള്ള ആകൃതിയും അതുപോലെ തന്നെ ദൃഢതയും ഒക്കെ നൽകുന്ന ബാഹ്യപാളി, കണ്ണിന്റെ ബാഹ്യപാളിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ദൃഢപടലം എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുക? ദൃഢപടലം. ദൃഢപടലം എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ദൃഢപടലം എന്നാണ് വിളിക്കുക. നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും ഒക്കെ നൽകുന്ന ബാഹ്യപാളിയാണ് ഏത്? ദൃഢപടലം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി കണ്ണിലെ കലകൾക്ക് എന്തൊക്കെ ആവശ്യമാണ്? ഓക്സിജൻ വേണം, മറ്റു പോഷക ഘടകങ്ങളൊക്കെ വേണം അല്ലെ. അങ്ങനെ ഓക്സിജനും അതുപോലെ തന്നെ മറ്റ് പോഷണങ്ങളും ഒക്കെ നൽകുന്നത്, കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും ഒക്കെ നൽകുന്നത് എന്താണ്? രക്തപടലമാണ്. എന്താ നൽകുന്നത്? രക്തപടലമാണ്. ഇപ്പൊ രക്തപടലമാണ്, ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന പാളിയാണ് രക്തപടലം എന്ന് പറയുന്നത്. അത് ഒരു മധ്യപാളിയാണ് കണ്ണിന്റെ. ആ പാളിയിലാണ് എന്താണ് ആ പാളിയാണ് കണ്ണിന്റെ കലകൾക്ക് ഓക്സിജനും പോഷണവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൽകുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ കണ്ണിനെ കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജിയാണ്. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന മനുഷ്യ അവയവമാണ് കണ്ണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എ ആണ്. വ്യക്തമായ കാഴ്ചയ്ക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം 25 സെന്റിമീറ്റർ ആണ്. ഇനി കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിൽ ഒരു കുഴിയിലാണ്. ആ കുഴിയെ നമ്മൾ നേത്രകോടരം എന്ന് വിളിക്കുന്നു. കണ്ണുകളെ ആ നേത്രകോടരത്തിൽ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് എന്താണ്? കണ്ണിന്റെ ബാഹ്യപേശികളാണ്, ബാഹ്യ കൺപേശികളാണ്. ഇനി അടുത്തത്, നേത്രഗോളത്തിന് കൃത്യമായിട്ടുള്ള ആകൃതിയും ദൃഢതയും ഒക്കെ നൽകുന്ന കണ്ണിന്റെ ഏറ്റവും പുറമെയുള്ള പാളിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ദൃഢപടലം എന്നാണ് വിളിക്കുന്നത്. ഇത് കൂടാണ്ട് കണ്ണിലെ ധാരാളം രക്തപടലങ്ങളുണ്ട്. ഈ രക്തപടലം എന്ന് പറയുന്നത് കണ്ണിന്റെ മധ്യപാളിയാണ്. അപ്പോ കണ്ണിലെ കലകൾക്ക് ആവശ്യമായിട്ടുള്ള പോഷണവും അതുപോലെ തന്നെ ഓക്സിജനും ഒക്കെ കൊടുക്കുന്നത് ഏതാണ്? രക്തപടലമാണ് എന്നും ഓർത്തു വെക്കണം കേട്ടോ.
ഇനി കണ്ണില് എവിടെയാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്? കണ്ണിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ്. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ്. റെറ്റിനയെ ദൃഷ്ടിപടലം എന്നും വിളിക്കുന്നു. അപ്പൊ ദൃഷ്ടിപടലം അഥവാ റെറ്റിന, ദൃഷ്ടിപടലം അഥവാ റെറ്റിനയിലാണ് കണ്ണിൽ എന്ത് പതിയുന്നത്? പ്രതിബിംബം വന്ന് പതിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി റെറ്റിനയില് ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്, റെറ്റിനയിൽ പ്രതിബിംബം പതിക്കും അല്ലെ, ആ പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? റെറ്റിനയിലെ പ്രതിബിംബം എന്താണ്? യഥാർത്ഥവും പിന്നെ തല കീഴായതുമാണ്. റെറ്റിനയിലെ പ്രതിബിംബം യഥാർത്ഥവും തല കീഴായതുമാണ്. റെറ്റിനയിലെ പ്രതിബിംബം എങ്ങനെയാണ്? യഥാർത്ഥവും തല കീഴായതുമാണ് എന്ന് ഓർത്തു വെക്കുക. ക്ലിയർ ആയില്ലേ? ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള കണ്ണിലെ ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? പീതബിന്ദു എന്ന് വിളിക്കുന്നു. കണ്ണില് ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള ഭാഗത്തെ നമ്മൾ പീതബിന്ദു എന്ന് വിളിക്കുന്നു. ഇനി കണ്ണില് കാഴ്ച ഇല്ലാത്ത ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? അന്ധബിന്ദു എന്ന് വിളിക്കുന്നു. അപ്പൊ കണ്ണിൽ ഏറ്റവും കൂടുതൽ കാഴ്ചയുള്ളത് പീതബിന്ദുവാണ്. കണ്ണിലെ കാഴ്ച ഇല്ലാത്ത ഭാഗത്തെ എന്താ വിളിക്കുന്നത്? അന്ധബിന്ദു എന്ന് വിളിക്കുന്നു. ഇനി കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉണ്ട് അല്ലെ. അപ്പൊ ആ ശസ്ത്രക്രിയയിൽ എന്താണ് മാറ്റിവെക്കുന്നത്? കണ്ണ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ കോർണിയയാണ്. നമ്മൾ എന്താണ് മാറ്റിവെക്കുന്നത്? കോർണിയയാണ് മാറ്റിവെക്കുന്നത്. അപ്പൊ കണ്ണ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയിൽ നമ്മൾ മാറ്റിവെക്കുന്നത് എന്താണ്? കോർണിയയാണ്. എന്താണ്? കോർണിയയാണ്. നമ്മുടെ പ്രകാശരശ്മികൾ ഉണ്ടല്ലോ, ആ പ്രകാശരശ്മികൾ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗമാണ് ഏത്? കോർണിയ. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം ഏതാണ്? കോർണിയയാണ്. ഇനി നമ്മുടെ എന്താ പറയുന്നത്? കോർണിയയുടെ പിൻഭാഗത്ത്, ഈ കോർണിയയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്നതാണ്, പിൻഭാഗത്താണ് എന്ത് കാണപ്പെടുന്നത്? ഐറിസ് കാണപ്പെടുന്നത്. കോർണിയയുടെ പിൻഭാഗത്ത് ഐറിസ് കാണപ്പെടുന്നു. കോർണിയയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്നതാണ് ഐറിസ്. ഐറിസിന് എന്താണ്? ഇരുണ്ട നിറം നൽകുന്നത്. ഐറിസിന് ഇരുണ്ട നിറം നൽകുന്നത് ഏതാണ്? മെലാനിൻ ആണ്. ഐറിസിന് ഇരുണ്ട നിറം നൽകുന്നത് ഏതാണ്? മെലാനിൻ ആണ് എന്ന് മനസ്സിലാക്കാം. ഐറിസിന് ഇരുണ്ട നിറം നൽകുന്നത് എന്താണ്? മെലാനിൻ ആണ് എന്ന് ഓർത്തു വയ്ക്കാം. ഇനി നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ. കണ്ണില് പലതരത്തിലുള്ള കോശങ്ങളുണ്ട്. റോഡ് കോശങ്ങളുണ്ട്, അതുപോലെ തന്നെ കോൺ കോശങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ റോഡ് കോശങ്ങളുടെ പ്രത്യേകത, കണ്ണിലെ റോഡ് കോശങ്ങളുടെ പ്രത്യേകത എന്താണ്? നിറങ്ങൾ എന്താണ്? തിരിച്ചറിയാൻ കഴിവില്ല. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ, നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? റോഡ് കോശങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ മങ്ങിയ വെളിച്ചം ഉണ്ടാവുമല്ലോ, ആ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നതും ഏതാണ്? റോഡ് കോശങ്ങളാണ് എന്ന് ഓർത്തു വയ്ക്കാം. ഇനി പകൽ വെളിച്ചത്തിൽ, നല്ല വെളിച്ചത്തിൽ, പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് ഏതാണ്? പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് ഏതാണ്? കോൺ കോശങ്ങളാണ്. പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് ഏതാണ്? കോൺ കോശങ്ങളാണ്. അപ്പൊ കണ്ണിലെ രണ്ട് കോശങ്ങളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് കോൺ കോശങ്ങളാണെങ്കിൽ മങ്ങിയ വെളിച്ചത്തിൽ സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്തതാണ് റോഡ് കോശങ്ങൾ. ഈ റോഡ് കോശങ്ങളിൽ ഒരു വർണ്ണവസ്തു അടങ്ങിയിരിക്കുന്നു. റോഡ് കോശങ്ങളിൽ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവിന്റെ പേര് എന്താണ്? റൊഡോപ്സിൻ എന്നാണ്. റൊഡോപ്സിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവാണ് എവിടെ അടങ്ങിയിരിക്കുന്നത്? റോഡ് കോശങ്ങളിലുള്ളത്. അപ്പൊ റോഡ് കോശങ്ങളിലുള്ളത് എന്താണ്? റൊഡോപ്സിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവാണ്. കോൺ കോശങ്ങളിലുള്ളതോ? കോൺ കോശങ്ങളിൽ അയഡോപ്സിൻ ആണ്. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു അയഡോപ്സിൻ ആണെങ്കിൽ, കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു അയഡോപ്സിൻ ആണെങ്കിൽ, റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ്? റൊഡോപ്സിൻ ആണ് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമ്മുടെ കാഴ്ചശക്തി പരിശോധിക്കില്ലേ? ഈ കാഴ്ച പരിശോധിക്കാൻ ഒരു ചാർട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ആ കാഴ്ചശക്തി പരിശോധിക്കുന്നതിനുള്ള ചാർട്ടിനെ നമ്മൾ സ്നെല്ലർ ചാർട്ട് എന്നാണ് വിളിക്കുന്നത്. സ്നെല്ലർ ചാർട്ട്.
കാഴ്ചശക്തി പരിശോധിക്കുന്നതിനുള്ള ചാർട്ടിനെ നമ്മൾ സ്നെല്ലർ ചാർട്ട് എന്ന് വിളിക്കുന്നു. ഈ സ്നെല്ലർ ചാർട്ട് കണ്ടെത്തിയത് അല്ലെങ്കിൽ വികസിപ്പിച്ച വ്യക്തി ഹെർമൻ സ്നെല്ലർ ആണ്. അപ്പൊ ഹെർമൻ സ്നെല്ലർ എന്ന് പറയുന്ന വ്യക്തി വികസിപ്പിച്ച സ്നെല്ലർ ചാർട്ടാണ് കാഴ്ചശക്തി പരിശോധിക്കുന്നതിനുള്ള ചാർട്ട്. ക്ലിയർ ആയില്ലേ? ഈ സ്നെല്ലർ ചാർട്ടിലെ കാഴ്ചശക്തി നമ്മൾ അളക്കാനായിട്ട് എത്ര മീറ്റർ നിന്നാണ് വായിക്കേണ്ടത്? 6 മീറ്റർ. എത്ര മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലർ ചാർട്ട് നമ്മൾ വായിക്കുക? 6 മീറ്റർ ആണ്. ഇനി കാഴ്ചയില്ലാത്ത ആൾക്കാർ അല്ലെ, അന്ധര്, അവർക്ക് അവരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതാണ്? ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബ്രെയിലി ലിപി അല്ലെ, അന്ധർക്ക് വേണ്ടിയിട്ടുള്ള ലിപിയാണ്, കാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ലിപിയാണ് ബ്രെയിലി ലിപി. അതുപോലെ തന്നെ വൈറ്റ് കെയിൻ, എന്താണ് വൈറ്റ് കേട്ടോ, വൈറ്റ് കെയിൻ, വൈറ്റ് കെയിൻ ഇവർക്ക് എന്താണെന്ന് പറയുന്നത്, അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ്. അതുപോലെ തന്നെ ടോക്കിംഗ് വാച്ച്, എന്താണ് ടോക്കിംഗ് വാച്ച്? അപ്പൊ ടോക്കിംഗ് വാച്ച്, വൈറ്റ് കെയിൻ, അതുപോലെ തന്നെ ബ്രെയിലി ലിപി തുടങ്ങിയവ അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് എന്ന് ഓർത്തുവെക്കാം. അന്ധരായ ആളുകളെ എഴുതാനും വായിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഏത് ലിപിയാണ്? അവരുടെ ലിപി ഏതാണ്? ബ്രെയിലി ലിപിയാണ്. ഈ ബ്രെയിലി ലിപി വികസിപ്പിച്ചത് ആരാണ്? ലൂയിസ് ബ്രെയിലി ആണ്. അപ്പൊ ലൂയിസ് ബ്രെയിലി വികസിപ്പിച്ച ബ്രെയിലി ലിപിയാണ് അന്ധരായിട്ടുള്ള ആൾക്കാര് വായിക്കാൻ ഉപയോഗിക്കുന്ന ലിപി എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഇനി നേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പഠിക്കുമ്പോൾ നേത്ര വൈകല്യങ്ങൾ അല്ലെങ്കിൽ നേത്ര രോഗങ്ങൾ നമ്മൾക്ക് പഠിക്കണം. അപ്പൊ അതില് ഇപ്പൊ കണ്ണിന്റെ പ്രത്യേകത എന്താ? പല നിറത്തിലുള്ള കളറുകൾ നമുക്ക് കാണാൻ പറ്റുമോ? അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം അല്ലെ, കണ്ണുള്ളതിന്റെ. അപ്പൊ നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലോ? അപ്പൊ നിറം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയെ, നിറം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയെ നമ്മൾ വർണ്ണാന്തത എന്ന് വിളിക്കുന്നു. നിറം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് എന്താ? വർണ്ണാന്തത അഥവാ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയും. വർണ്ണാന്തത അഥവാ കളർ ബ്ലൈൻഡ്നെസ്. വർണ്ണാന്തത ബാധിച്ചയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം ഏതാണ്? നീല നിറം. വർണ്ണാന്തത ബാധിച്ചയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം നീല നിറമാണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയെ കളർ ബ്ലൈൻഡ്നെസ് അഥവാ വർണ്ണാന്തത എന്ന് വിളിക്കുന്നു. വർണ്ണാന്തത ബാധിച്ചയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറമാണ് നീല നിറം എന്ന് മനസ്സിലാക്കാം. ഇനി വർണ്ണാന്തതയുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തതോ തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പും പച്ചയും. അപ്പൊ ചുവപ്പും പച്ചയും അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എന്തേ തിരിച്ചറിയാൻ പറ്റുള്ളൂ? നീല നിറം മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഈ വർണ്ണാന്തതയ്ക്ക് വേറൊരു പേരുണ്ട്. അതിന്റെ പേര് ഡാൾട്ടനിസം എന്നാണ്. അപ്പോൾ ഡാൾട്ടനിസം അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ്, ഡാൾട്ടനിസം, വർണ്ണാന്തത എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാണെന്ന് മനസ്സിലാക്കുക. ഈ വർണ്ണാന്തത ഉണ്ടോ അല്ലെങ്കിൽ ഡാൾട്ടനിസം ഉണ്ടോ എന്നറിയാൻ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിന്റെ പേരാണ് ഇഷിഹാര ടെസ്റ്റ്. അതിനുപയോഗിക്കുന്ന ടെസ്റ്റ് എന്താണ്? ഇഷിഹാര ടെസ്റ്റ്. അപ്പൊ ഇത്രയാണ് വർണ്ണാന്തത അല്ലെങ്കിൽ ഡാൾട്ടനിസത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്തത എന്ന് പറയുന്നത്. വർണ്ണാന്തത ബാധിച്ചയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം നീലയും തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ചുവപ്പും പച്ചയുമാണ്. ഡാൾട്ടനിസത്തിന്റെ അല്ലെങ്കിൽ വർണ്ണാന്തത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. ഇനി അടുത്തത് രാത്രി. ചില ആൾക്കാർക്ക് രാത്രി കാഴ്ച കുറയും. ആ രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥയെ നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്തത എന്ന് വിളിക്കുന്നു. ഇപ്പൊ രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥയെ നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്തത എന്ന് വിളിക്കുന്നു കേട്ടോ, രാത്രി കാഴ്ചയില്ലാത്ത അവസ്ഥ. ഇനി പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിന് സുതാര്യത നഷ്ടമാകുന്നു. ഇത് പ്രത്യേകം പഠിച്ചു വെക്കണം. കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകും എപ്പോ? പ്രായമാകുമ്പോ. അങ്ങനെ ഉണ്ടാകുന്ന രോഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് തിമിരം അഥവാ കാറ്ററാക്ട്. ഇപ്പൊ പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്ന അവസ്ഥയ്ക്ക് തിമിരം അഥവാ കാറ്ററാക്ട് എന്ന് പറയുന്നു. തിമിരം വന്ന ആൾക്കാർക്ക് എന്താ മാറ്റിവെക്കുക? നമ്മുടെ കണ്ണിലെ ലെൻസ് മാറ്റിവെക്കും. തിമിരം വന്ന ആൾക്കാരുടെ ലെൻസ് മാറ്റിവെക്കും. ഇനി ക്ലിയർ ആയിട്ട് അടുത്ത കാര്യം, നമ്മുടെ കണ്ണിലെ കോർണിയ മാറ്റിവെക്കുന്നുണ്ട്. കോർണിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയക്ക് എന്ത് പേരിട്ടാ വിളിക്കുക? കെരാറ്റോപ്ലാസ്റ്റി. കോർണിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയെ
കെരാറ്റോപ്ലാസ്റ്റി എന്ന് വിളിക്കുന്നു. കോർണിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ എന്ത് വിളിക്കുന്നു? കെരാറ്റോപ്ലാസ്റ്റി എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത്, നമ്മുടെ നേത്രഗോളത്തില് മർദ്ദം ഉണ്ടാവുകയാണ്. സാധാരണ നമ്മൾ പ്രഷർ ഉണ്ടാവില്ലേ? സാധാരണ ബ്ലഡ് പ്രഷർ കൂടാതെ കണ്ണിൽ പ്രഷർ ഉണ്ടാവും. അപ്പോ എവിടെയാണ്? നേത്രഗോളത്തിലാണ്. എവിടെയാണ്? നേത്രഗോളത്തിലാണ് അത്തരം പ്രഷർ ഉണ്ടാവണം. അങ്ങനെ നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി മർദ്ദം എന്താണ്? കൂടുകയാണ്. അങ്ങനെ മർദ്ദം കൂടുമ്പോൾ കണ്ണിനുണ്ടാകുന്ന രോഗത്തെ നമ്മൾ ഗ്ലോക്കോമ എന്ന് വിളിക്കുന്നു. എന്താണ് രോഗം? ഗ്ലോക്കോമ. ഗ്ലോക്കോമ. ഈ ഗ്ലോക്കോമ ഉണ്ടാകുമ്പോൾ നമുക്ക് ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയമൊക്കെ കാണുന്നു. ഗ്ലോക്കോമയുടെ ലക്ഷണമാണ് അത്. ഇനി നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി. എന്താണ് നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്ന് വിളിക്കുന്നു. കാഴ്ച ശക്തി അപഹാരി, നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്ന് വിളിക്കുന്നതും ഏതിനെയാണ്? ഗ്ലോക്കോമയെയാണ് എന്ന് ഓർത്തുവെക്കാം. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത്, കണ്ണുനീരില്ലാതെ, കണ്ണില് കണ്ണുനീരില്ലാതെ കണ്ണ് വരളുന്നു. കണ്ണ് വരളുന്ന അവസ്ഥയെ, കണ്ണുനീരില്ലാതെ കണ്ണ് വരളുന്ന അവസ്ഥയെ നമ്മൾ സിറോഫ്താൽമിയ എന്ന് വിളിക്കുന്നു. എന്താണ്? സിറോഫ്താൽമിയ. കണ്ണുനീരില്ലാതെ കണ്ണ് വരളുന്ന അവസ്ഥയെ സിറോഫ്താൽമിയ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? സീറോഫ്താൽമിയ എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് പലർക്കും അറിയാം, 35 വയസ്സ് കഴിഞ്ഞാൽ, അല്ലെ, 35 വയസ്സൊക്കെ കഴിയുമ്പോൾ പലർക്കും വെള്ളെഴുത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ. വെള്ളെഴുത്തിന്റെ വേറൊരു പേരാണ് എന്താണ്? പ്രസ് ബയോപ്പിയ. വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ ഉണ്ടാകും എന്ന് നമ്മൾ പറയണ കേട്ടിട്ടുണ്ട്. എന്താണത്? കണ്ണിലെ ലെൻസിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നു. ലെൻസിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുകയാണ്. കണ്ണിലെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന അവസ്ഥയെയാണ് എന്ത് പറയുന്നത്? വെള്ളെഴുത്ത് അഥവാ പ്രസ് ബയോപ്പിയ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു സുതാര്യത നഷ്ടമാകുമ്പോൾ തിമിരം ഉണ്ടാകുന്നു, അല്ലെ? കണ്ണിലെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടമാകുമ്പോൾ ഉണ്ടാകുന്നതാണ് വെള്ളെഴുത്ത് അഥവാ പ്രസ് ബയോപ്പിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവര് ഒരു കണ്ണ് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുമ്പോൾ ഒരു കണ്ണ് വേറൊരു വശത്തേക്കാണ് നോക്കിയിരിക്കണതായിട്ട് നമുക്ക് തോന്നാം. അതായത് രണ്ട് കണ്ണുകളും ഒരേ ലെവലില് നമുക്ക് കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുന്നു? കോങ്കണ്ണ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് അതിന് വിളിക്കുക? കോങ്കണ്ണ് എന്ന് വിളിക്കുന്നു കേട്ടോ. ഇനി അതുപോലെ തന്നെ കണ്ണിന് ഭയങ്കരമായിട്ട് അണുബാധ ഉണ്ടാവുകയാണ്. അങ്ങനെ നേത്രാവരണത്തെ നേത്രാവരണത്തിൽ ഭയങ്കര ചുമപ്പൊക്കെ വരുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ചെങ്കണ്ണ് എന്ന് വിളിക്കുന്നു. എന്താണത്? ചെങ്കണ്ണാണ്. എന്താ വിളിക്കുന്നത്? ചെങ്കണ്ണാണ് കേട്ടോ. ഇനി അടുത്തത് ഹ്രസ്വദൃഷ്ടി അതുപോലെ തന്നെ ദീർഘദൃഷ്ടി രണ്ടും ഉണ്ട് എന്ന് വിചാരിക്കാം ഒരാൾക്ക്. എന്താണ്? ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും. ഹ്രസ്വദൃഷ്ടി അഥവാ അതുപോലെ തന്നെ എന്താണ്? ദീർഘദൃഷ്ടി. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഉള്ള ഒരു വ്യക്തി ഉപയോഗിക്കേണ്ട ലെൻസ് ഏതാണ്? ബൈഫോക്കൽ ലെൻസ് ആണ്. ബൈഫോക്കൽ ലെൻസ്. അപ്പൊ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. കണ്ണിലെ ലെൻസ് ഏതാണ്? കണ്ണിലെ ലെൻസ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. കോൺവെക്സ് ലെൻസ് ആണ്. കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. നമ്മുടെ കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ഹ്രസ്വദൃഷ്ടിയും അതുപോലെ തന്നെ ദീർഘദൃഷ്ടിയും ഒരേ സമയമുള്ള ആൾക്ക് ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കുന്നു. എന്തുപയോഗിക്കുന്നു? ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കുന്നു. ഇനി അടുത്തത്, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ പറ്റും. എന്താണ്? അടുത്തുള്ളത്, അല്ലെ? ഏറ്റവും അടുത്തുള്ളത് എന്താണ്? വളരെ ക്ലിയർ ആണ്. അടുത്തുള്ളത് വളരെ ക്ലിയർ ആണ്, വ്യക്തമായിട്ട് കാണാൻ പറ്റും. അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്തതുമായ അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹ്രസ്വദൃഷ്ടി. അപ്പൊ അടുത്തുള്ളത് കാണാൻ പറ്റുന്നത് ഹ്രസ്വദൃഷ്ടിയാണ്. ഹ്രസ്വദൃഷ്ടിയുടെ വേറൊരു പേര് മയോപ്പിയ. അപ്പൊ അടുത്തുള്ളതിനെ കാണാൻ പറ്റും, അകലെയുള്ളതിനെ കാണാൻ പറ്റില്ല. ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ, അല്ലെ? മയോപ്പിയ പരിഹരിക്കാൻ എന്തുപയോഗിക്കുന്നു? കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നു. കോൺകേവ് ലെൻസിന്റെ മലയാളം വേണമെങ്കിൽ ചോദിക്കാം. അവതല ലെൻസ് അഥവാ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നു. അപ്പൊ കോൺകേവ് ലെൻസ് അഥവാ അവതല ലെൻസ്, അല്ലെ? അതായത് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ കോൺകേവ് ലെൻസ് അഥവാ അവതല ലെൻസ് ഉപയോഗിക്കുന്നു.
ഇനി അടുത്തത് അകലെയുള്ള വസ്തുക്കളെ, അകലെയാണ് അകലെയുള്ള വസ്തുക്കളെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ, എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റുമില്ലെങ്കിൽ അതിനെ നമ്മൾ അകലെയുള്ളതിനെ കാണാൻ പറ്റും. അപ്പൊ ദീർഘത്തിലാണ് ദൃഷ്ടി, ദീർഘദൃഷ്ടി അല്ലെ, ദീർഘദൃഷ്ടി. അതിനെ നമ്മൾ ഹൈപ്പർ മെട്രോപിയ എന്നും വിളിക്കുന്നു. ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപിയ, ഹൈപ്പർ മെട്രോപിയ അല്ലെ. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. കോൺവെക്സ് ലെൻസ്, കോൺവെക്സ് ലെൻസിന്റെ വേറൊരു പേര് ഉത്തല ലെൻസ്. കോൺവെക്സ് ലെൻസ് അഥവാ ഉത്തല ലെൻസ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് നമ്മളെ ഹ്രസ്വദൃഷ്ടിയുള്ള ആൾക്കാരില് പ്രതിബിംബം എവിടെയാണ് രൂപപ്പെടുക എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പ്രതിബിംബം റെറ്റിനയുടെ മുൻപിലാണ്. ഹ്രസ്വദൃഷ്ടിയുള്ള ആൾക്കാർക്ക് പ്രതിബിംബം റെറ്റിനയുടെ മുമ്പിലാണ്. എന്നാൽ ദീർഘദൃഷ്ടിയുള്ള ആൾക്കാർക്ക് പ്രതിബിംബം പതിക്കുന്നത് റെറ്റിനയുടെ പിറകിലാണ്. എവിടെയാണ്? റെറ്റിനയുടെ പിറകിലാണ്. അപ്പൊ ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം റെറ്റിനയ്ക്ക് മുൻപിലും ദീർഘദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം റെറ്റിനയ്ക്ക് പിറകിലും പതിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഇനി ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും കൂടാതെ വിഷമദൃഷ്ടി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കൂടിയുണ്ട്. വിഷമദൃഷ്ടിക്ക് അസ്റ്റിഗ്മാറ്റിസം എന്നും പറയുന്നു. വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം, വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം ഇതെന്താണ്? നേത്ര ലെൻസിന്റെ വക്രത മൂലം, നേത്ര ലെൻസിന്റെ വക്രത മൂലം വസ്തുവിന്റെ പ്രതിബിംബം, ഒരു വസ്തുവിന്റെ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥ. നേത്ര ലെൻസിന്റെ വക്രത മൂലം ഒരു വസ്തുവിന്റെ പ്രതിബിംബം എന്ത് ആവണില്ല? ആ പ്രതിബിംബം രൂപപ്പെടുന്നില്ല. രൂപപ്പെടാത്ത അവസ്ഥയ്ക്ക് വിഷമദൃഷ്ടി എന്ന് പറയുന്നു. ഈ വിഷമദൃഷ്ടി പരിഹരിക്കാൻ നമ്മൾ സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നു. എന്ത് ലെൻസ് ആണ്? സിലിണ്ട്രിക്കൽ ലെൻസ്. അപ്പൊ അടുത്ത വസ്തുക്കളെ കാണാൻ പറ്റുന്നത് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ. അതിന് നമ്മൾ കോൺകേവ് അഥവാ അവതല ലെൻസ് ഉപയോഗിക്കുന്നു. റെറ്റിനയ്ക്ക് മുമ്പിൽ പ്രതിബിംബം പതിക്കുന്നു. അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുന്നു. ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപ്പിയ. അതിന് കോൺവെക്സ് ലെൻസ് അഥവാ ഉത്തല ലെൻസ് ഉപയോഗിക്കുന്നു. റെറ്റിനയ്ക്ക് പിറകിലാണ് എന്ത്? പ്രതിബിംബം പതിക്കുന്നത്. വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം എന്താണ്? കണ്ണിന്റെ നേത്ര ലെൻസിന്റെ വക്രത മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ്. ഇതിന് നമ്മൾ എന്തുപയോഗിക്കുന്നു? സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് കണ്ണ് എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന 75% ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് ഭംഗിയായിട്ട് അത് പഠിച്ചു വെക്കാം കേട്ടോ.